എന്താണ് യഥാർത്ഥത്തിൽ ഈ CJPയും കോക്രോച്ച് ജനതാ പാർട്ടിയും കോൺഗ്രസും പിന്നെന്താ പറയാ CPMഉം തുടങ്ങിയ ഈ എന്താ പറയാ പ്രതിപക്ഷ കക്ഷികളും അതല്ലാത്ത ഈ അരാഷ്ട്രീയ പാർട്ടികളും എന്താണ് ഇവരുടെ ഉദ്ദേശം? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം പറയാൻ കാരണം ഈ നീറ്റ് പരീക്ഷയിലെ ചോദ്യ പേപ്പർ ചോർന്നതുമായ ഒരു കാര്യമാണ് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാലോ. ഈ ശരി, നീറ്റ് പരീക്ഷ നടക്കുന്നു അല്ലെ, ഇതിന്റെ ഒരു ഓർഡർ നിങ്ങളൊന്ന് ഓർമ്മിക്കുക. അതായത് മെയ് മാസം ആദ്യത്തെ ആഴ്ചയാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത്. അതിന്റെ ഒരു നാലാം ദിവസമാണ് അറിയുന്നത്, വാർത്ത പുറത്തു വരുന്നത് ഇതിന്റെ ചോദ്യ പേപ്പർ പുറത്തായിരുന്നു. അപ്പോഴാണ് ഈ പരീക്ഷ സർക്കാർ എന്ത് ചെയ്യുന്നു, ഈ പരീക്ഷ റദ്ദാക്കുന്നു. എന്നിട്ട് ഇതിനെക്കുറിച്ച്, അതായത് ഈ വാർത്ത പുറത്തു വന്ന, അതായത് ചോദ്യ പേപ്പർ ലീക്കായി എന്ന വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ഏർപ്പാടാക്കുന്നു. പോലീസ് അന്വേഷിക്കുന്നു. ഈ പരീക്ഷ വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ ഈ കാര്യം, ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽപ്പെട്ട ചോർച്ചകൾ ഇനി ഉണ്ടാവരുത്. ഇതിനു വേണ്ടിയിട്ട് ഈ സിസ്റ്റം, നീറ്റ് പരീക്ഷാ സിസ്റ്റം പുനഃക്രമീകരിക്കാൻ പോവുകയാണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം, ഇനി മുതൽ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആക്കാൻ പോവുകയാണ്. തുടങ്ങിയ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കുന്നു. രണ്ടാമത് നീറ്റ് പരീക്ഷ അതിനുള്ള അറിയിപ്പ് കൊടുക്കുന്നു. രണ്ടാമത് നീറ്റ് പരീക്ഷ നടക്കുന്നു, അതിന്റെ റിസൾട്ട് വരുന്നു. അത് സംബന്ധിച്ച ഈ നടപടിക്രമങ്ങളൊക്കെ ആയി വരുന്നു. CBI ഈ കേസ് CBI ഏറ്റെടുക്കുന്നു. CBI അന്വേഷിക്കുന്നു. 18 പേരെ അതായത് ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ, പ്രൊഫസർമാർ ഉൾപ്പെടെ ഏറ്റവും താഴെ തട്ടിലുള്ള എന്താ പറയാ ഈ പരീക്ഷാ സെന്ററുകളൊക്കെ നടത്തുന്ന, ഈ എൻട്രൻസ് സെന്ററുകളൊക്കെ നടത്തുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ 18 ഇതുമായി ബന്ധപ്പെട്ട ചോർച്ചയുമായി ബന്ധപ്പെട്ട 18 പേരെ അറസ്റ്റ് ചെയ്യുന്നു, നടപടിയിലേക്ക് നീങ്ങുന്നു. ഞാനും ചോദിക്കട്ടെ, ഇതിൽ പറയാൻ എന്താണ് ഒരു സർക്കാർ ചെയ്യാനുള്ളത്? അതായത് നീറ്റ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നു, വിദ്യാർത്ഥികളാകെ പ്രശ്നത്തിലായി, സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരി, ഇവരിപ്പോ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇവർക്ക് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയാം, വേണമെങ്കിൽ മോദി രാജിവെക്കണം എന്ന് പറയാം, ഇതൊക്കെ പറയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ചോദ്യ പേപ്പർ ചോർന്നതിനെ തുടർന്ന് ഏതൊരു സർക്കാരിനും ചെയ്യാവുന്നതിന്റെ മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്തു. അന്വേഷണം നടന്നു, CBI വന്നു, അന്വേഷിച്ചു, ഉത്തരവാദികളായ ഈ 18 പേരെ അറസ്റ്റ് ചെയ്തു. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നു. ഈ രണ്ടാമത് പരീക്ഷ നടത്തി, അത് കുറ്റമറ്റ രീതിയിൽ നടത്തി, അതിന്റെ റിസൾട്ട് വന്നു. അത് സംബന്ധിച്ചുള്ള ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ നടന്നു വരുന്നു. ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റം ആകെ അഴിച്ചു പണിയുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാക്കി മാറ്റുന്നു. കഴിഞ്ഞില്ലേ? ഇതിലിപ്പം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഒരു സംശയം വരുന്നത്, ഈ പാർട്ടികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും ജന്തർ മന്ദിറിൽ ഇങ്ങനെ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നത്? എന്താണ് ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം? ധർമ്മേന്ദ്ര പ്രധാൻ ഈ സംഭവമൊക്കെ കഴിഞ്ഞ്, ഈ സംഭവമൊക്കെ റെക്ടിഫൈ ചെയ്ത് ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക വേണ്ടത് എന്തിന്? ഇപ്പൊ കോൺഗ്രസും ഇപ്പൊ ഇറങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. CPMഉം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇതിന്റെ ഒക്കെ പിന്നിൽ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടല്ലേ? ഇവിടെ പൗരത്വ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്, കർഷക സമരം നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതിന്റെ ഇടയിൽ നമ്മൾ പലപ്പോഴും സംശയിക്കപ്പെട്ടിട്ടുണ്ട്, വിദേശ ശക്തികൾ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മുടെ നാടിന്റെ ഈ ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കാരണം നമുക്കറിയാലോ, ശ്രീലങ്കയിൽ സംഭവിച്ച പോലെ ബംഗ്ലാദേശിൽ സംഭവിച്ച പോലെ സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് യുവാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രക്ഷോഭം. അപ്പൊ ഇതിനുള്ള ഒരു എന്താ പറയാ ഒരു ടെസ്റ്റ് ഡോസ് ഇവിടെ നടത്തുകയാണോ? പക്ഷെ ഒന്നും ശ്രീലങ്കയിൽ നടന്ന പോലെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നടന്ന പോലെയോ ഇന്ത്യയിൽ നടക്കില്ല. കാരണം ഇവിടെ സുശക്തമായ ഒരു ഗവൺമെന്റ് ഉണ്ട്. BJP എന്ന് പറയുന്ന പാർട്ടി അത്രമാത്രം ശക്തമാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന സംഘപരിവാറുണ്ട്, രാജ്യത്തുടനീളം സംഘപരിവാറിന്റെ ശക്തികളുണ്ട്.
അപ്പൊ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് യുവാക്കൾ ആര് ആര് നയിക്കുന്നു ഒന്നും അറിയാത്ത ഈ പാർട്ടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ സ്ഥിതിയാണ് കേട്ടോ. ആരാണ് ഇതിന്റെ കൂട്ടത്തിലുള്ളത്? ജന്തർ മന്ദിറിൽ ആരൊക്കെയുണ്ട്? ഏതൊക്കെ പരസ്പരം ആർക്കും അറിയില്ല. പരസ്പരം ആർക്കും അറിയാതെ ഒരു സോഷ്യൽ മീഡിയ ഒരു ഗ്യാതറിംഗിന്റെ ഭാഗമായി വന്നു ചേർന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരാണ് ഇപ്പോ എന്താ പറയാ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് ഇവരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? വിദേശ ശക്തികൾ. അതിന്റെ ഇടയിലാണ് മറ്റേ ചൈന എംബസിയിലേക്ക് CPM-ന്റെ നേതാക്കൾ കടന്നു ചെല്ലുന്നത്. എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? മിണ്ടുന്നില്ല. MA ബേബി മിണ്ടുന്നില്ല. ബേബിയുടെ പിന്നാലെ പത്രലേഖകർ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അവിടെ പോയത് ഉദ്ദേശം. അപ്പൊ ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് സന്ദേഹങ്ങൾ ഉയരുകയാണ് ചുറ്റിലും. മലയാള മാധ്യമങ്ങളാവട്ടെ ഇതിന്റെ വൺ സൈഡ് മാത്രം കാണുന്നു. മോഹൻലാലിന്റെ മകൾ പോലും പറയുകയാണ് ഈ പാർട്ടി പാർട്ടികളുടെ ഒപ്പമാണ് താനെന്ന് മോഹൻലാലിന്റെ മകള് പോലും പ്രഖ്യാപിക്കുകയാണ്. മോഹൻലാലിനെ സൈനിക ബഹുമതിയൊക്കെ നൽകിയ വ്യക്തിയാണ് കേട്ടോ മോഹൻലാലിന്റെ മകൾ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്. അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാം. അതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം സൈനിക ബഹുമതി നൽകി ആദരിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മകളാണ് രാജ്യവിരുദ്ധ ശക്തികൾ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിൽപ്പെട്ട ഒരു പാർട്ടി പാർട്ടിയെ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തെ സെലിബ്രിറ്റികള്, സിനിമാ താരങ്ങള്, രഞ്ജിനി ഹരിദാസിനെ പോലുള്ളവർ അവിടെ പോയി ഷോ കളിക്കുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വേണ്ടിയിട്ടല്ല ഇവരിത് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് സ്വാഭാവികമായും ചിന്തിക്കുന്ന മനുഷ്യരെ ചിന്തിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരീക്ഷ അട്ടിമറി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കണം ഈ ചോദ്യപേപ്പർ ചോരുന്നത് ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്ത്. കാരണം ഇത്തരത്തിൽപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പരമാവധി ഇത്തരത്തിൽപ്പെട്ട ഈ ചോദ്യപേപ്പർ ചോർച്ചകളൊന്നും ഇല്ലാതെ എന്താ പറയാ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തുക എന്ന് ഏത് സർക്കാരിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതൊക്കെ ഈ കാര്യം ചെയ്തു, ഏറ്റവും സ്പീഡിൽ ചെയ്തു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമല്ല അതിനുശേഷം ആ പരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടന്നു. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നു വരികയാണ്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് പശുവും ചത്തു മോരിലെ പുളിയും പോയി എന്ന അവസ്ഥയിൽ ഇപ്പോഴാണ് മറ്റേത് മെയ് 3-നാണ് കേട്ടോ ഈ സംഭവം ഉണ്ടാകുന്നത്. മെയ് 3-ന് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ജൂലൈ 22 അപ്പൊ ഇത്രയും കാലത്തിന് ശേഷമാണ് ഇവര് രംഗത്തിറങ്ങുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം ധർമ്മേന്ദ്ര പ്രധാൻ അല്ല എന്നുള്ളത് വ്യക്തമാകുകയാണ്. മലയാള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദേശാഭിമാനി ആവട്ടെ, മാതൃഭൂമിയാവട്ടെ, മനോരമയാവട്ടെ, അല്ലെങ്കിൽ മറ്റു പത്രങ്ങളിലൊക്കെ ഈ പത്രങ്ങളിലൊന്നും ഞാൻ കണ്ടില്ല ഈ പോലീസിന് നേർക്ക് പ്രക്ഷോഭകാരികൾ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ള കാര്യം ഒന്നും കണ്ടില്ല. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ നിറഞ്ഞു കവിയുന്നു. കാരണം പോലീസിനെതിരെ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നത്, പോലീസുകാരെ തല്ലുന്നത്, പോലീസുകാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, പോലീസ് വാഹനങ്ങൾ തകർക്കുന്നത്, ഇതിനൊക്കെ പുറമെ ഒരിക്കലും ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ പാടില്ലാത്ത ഇടത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുന്നു എന്നുള്ളതും നമ്മൾ കാണാതിരുന്നുകൂടാ. ഇതൊക്കെയാണ് ഇതിന്റെ എന്താ പറയാ ഇതിന്റെ ചില നിഗൂഢതകൾ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന. എന്താണ് യഥാർത്ഥത്തിൽ ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ? പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വളരെ കൃത്യമായിട്ട് അറിയേണ്ട ആദ്യത്തെ അനുഭവമല്ലല്ലോ. CA സമരം നടന്ന കാലത്തും അല്ലെങ്കിൽ കർഷക സമരം നടന്ന കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സമരങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് രാജ്യത്തെ ദുർബലപ്പെടുത്താനുള്ള, രാജ്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം വരാൻ പോകുന്നു. ആ സ്വാതന്ത്ര്യ ദിനാഘോഷം വരുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇത്തരത്തിൽപ്പെട്ട ഒരു സംഘർഷം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശത്രു രാജ്യങ്ങൾ അവർ ഇത്തരം സമരക്കാരെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡൽഹി പോലീസ് വളരെ നിയന്ത്രണം സംയമനം പാലിച്ചു എന്ന് തന്നെ പറയണം കേട്ടോ. കാരണം ഈ നിരോധിത മേഖലയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒച്ചപ്പാടും ബഹളം ഉണ്ടാകുമ്പോൾ പോലീസുകാർക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ ഇവർക്ക് വെടിവെക്കാം. അങ്ങനെ ഒരു വെടിവെപ്പ് ഉണ്ടായെങ്കിൽ എത്ര പേരായിരിക്കും ഇവിടെ ജീവഹാനി സംഭവിക്കുക. അങ്ങനെ എങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ അത് വെച്ചിട്ട് ഇവ കലാപം കത്തിക്കില്ലേ ഇവര്? ശരിക്കും യഥാർത്ഥത്തിൽ അതായിരുന്നില്ലേ ഇവരുടെ ഉദ്ദേശം. കാരണം രക്തസാക്ഷികൾ ഉണ്ടാക്കുക. എന്നാൽ അതോടുകൂടിയിട്ട് വൈകാരികമായ ഒരു ഒരുമിക്കല് ഇവിടെ സംഭവിക്കും. ഈ സ്വതവേ ദുർബലായി കിടക്കുന്ന അല്ലെങ്കിൽ പരസ്പരം തമ്മിൽ തല്ലി പ്രതിപക്ഷ ഐക്യ നിര എന്ന് പറയുന്നത് ഇല്ല ഇപ്പൊ. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കാനും ഈ കോക്രോച്ച് പാർട്ടിക്ക് കുറേയും കൂടി ഒന്ന് ശക്തി ആർജിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ ആവശ്യം രക്തസാക്ഷികളാണ്. ഏതായാലും ഇന്നലത്തെ സംഭവത്തിൽ അങ്ങനെയൊരു എന്താ പറയാ ഒരു ദുരന്തം ഉണ്ടായില്ലോ എന്ന് മാത്രമാണ്
നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യം കേട്ടോ. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിപ്പോ രാഹുൽ ഗാന്ധി ഇപ്പൊ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പറയാം, ചർച്ച ചെയ്യാം. ഏതായാലും ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാര കാര്യമല്ല. അപകടകരമായ ഒരു രീതിയിലേക്കാണ് നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു സൂചന മാത്രം ഞാൻ നൽകുകയാണ് എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന്. ആർക്കെങ്കിലും വിരുദ്ധ അഭിപ്രായമുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടുക, നമുക്ക് ചർച്ച ചെയ്യാവും അല്ലെ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കോൺഗ്രസ്സുകാർ പോയിട്ട് അടി വാങ്ങിയല്ലോ. അതായത് നിരോധിത മേഖലയിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിലേക്ക് പ്രതിഷേധ കോലാഹലം നടത്തി ഡൽഹി പോലീസിന്റെ അടി വാങ്ങി. ഡൽഹി പോലീസ് അതിമൃഗീയമായി ലാത്തിചാർജ് നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സമരക്കാര് പോലീസിനെ കല്ലെറിഞ്ഞു, പോലീസിന് നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടു, വനിതാ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു. പക്ഷേ ഈ നമ്മുടെ മലയാള പത്രങ്ങളിലൊന്നേ, ഞാനിപ്പം മാതൃഭൂമിയും കേരള കൗമുദിയും മലയാള മനോരമയും ഒക്കെ നോക്കിയപ്പോൾ ഇതൊക്കെ ഏകപക്ഷീയ റിപ്പോർട്ടുകളാണ്. അതിൽ മുഴുവൻ പറയുന്നത് നമ്മുടെ രജനി ഹരിദാസ് പറഞ്ഞ പോലെ വളരെ വളരെ സമാധാനപരമായിട്ടായിരുന്നു അവിടെ സമരം നടത്തിയത്. പക്ഷെ പോലീസ് കണ്ണിൽ ചോരയില്ലാതെ സമരക്കാരെ മുഴുവനും എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ഈ സമരക്കാരെ മുഴുവനും പോലീസ് എന്താ പറയാ ആക്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾക്കറിയാലോ, സോഷ്യൽ മീഡിയ ഇന്നത്തെ ഫേസ്ബുക്കിലൊക്കെ കണ്ടാലേ നമ്മൾ ആകെ ഞെട്ടിപ്പോകും. കാരണം ഈ സമരക്കാര്, അതായത് പ്രതിഷേധക്കാര് പോലീസുകാരെ ആക്രമിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ, പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നത്, പോലീസുകാർക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്നത്, പിന്നെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, അങ്ങനെ ഈ പ്രക്ഷോഭകരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് പോലീസിന് നേർക്ക് പ്രകോപനം ഉണ്ടായി എന്നുള്ളത് വളരെ കൃത്യമാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കേട്ടോ. പ്രത്യേകിച്ച് നിരോധിത മേഖലയാണ്. ആ നിരോധിത മേഖലയ്ക്ക് ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധ പ്രകടനങ്ങൾ പാടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് പോലീസ് ഇതിനെ ശക്തമായി നേരിട്ടത്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പക്ഷേ ഇതില് കുറെ എന്താ പറയാ, ഇന്നലത്തെ ഈ സംഭവ വികാസങ്ങളിലെ ഏറ്റവും രസകരമായ കുറച്ച് കാര്യങ്ങൾ എന്താണെന്നറിയോ? ഒന്ന്, കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നമ്മുടെ പാറ്റ സമരക്കാര് അവിടെ ജന്തർ മന്ദിറിൽ അവര് കുടില് കെട്ടി സമരം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സർക്കാർ ഇതിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല. സർക്കാർ ഇവരുടെ സമരത്തെ അടിച്ചമർത്താനുള്ള ഒരു സംഭവം ചെയ്തിട്ടില്ല. അവരവിടെ സമരം ചെയ്യുന്നു. ആകെ 100-300 ആൾക്കാരേ ഉള്ളൂ. അത് തന്നെ ഇവിടുന്ന് പോയ കുറെ SFIക്കാരും DYFIക്കാരും അവിടെ ഉണ്ട്. അങ്ങനെയാണ് അവരെ അവിടെ നിരാഹാര വ്രതവും ബാക്കി സോനം വാഞ്ചുക്കിന്റെ നിരാഹാരം. അത് കഴിഞ്ഞിട്ട് ഡൽഹി കോടതി പറയുന്നു ജീവൻ രക്ഷിക്കണം ഇയാളുടെ, അങ്ങനെയാണ് പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ പോയിട്ട് വേറെ പരാതി കൊടുക്കുന്നു. പോലീസ് പറയുന്നു അദ്ദേഹം അവിടെ കിടക്കട്ടെ. അങ്ങനെ ആ രീതിയിലുള്ള വളരെ വളരെ സമാധാനപരമായ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതിന്റെ ഇടയിലാണ് കോൺഗ്രസ്സുകാര് ഇന്നലെ പാറ്റകളുടെ സമരത്തെ ഇവർ ഹൈജാക്ക് ചെയ്തു. അതാണ് ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. പാറ്റകള് കഴിഞ്ഞ ഈ 1.5 മാസത്തിലോളമായി സമരം ചെയ്യുന്ന ഇവരുടെ പ്രധാന ആവശ്യം, പാറ്റകളുടെ പഴയ ആവശ്യം ഇതൊന്നും ആയിരുന്നില്ല. അതിന്റെ ഇടയിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. ഇതും വെച്ചിട്ടാണ് പിന്നെ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തണം, കുറ്റവാളികളൊക്കെ അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ, ഇതിന്റെ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അത് വേറെ കാര്യം, ഞാനത് പറയാം. അപ്പൊ ഇത് കോൺഗ്രസും CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളാകെ വലിയ പ്രശ്നത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. കുറച്ച് മാസം എന്ന് പറഞ്ഞാൽ ഈ കോക്രോച്ച് പാർട്ടി പ്രതിഷേധ സമരങ്ങളുമായി വന്നതോടെ യഥാർത്ഥത്തിൽ BJP ആയിരുന്നില്ല വെട്ടിലായത്. ആകെ എന്താ പറയാ അങ്കലാപ്പിലായത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളായിരുന്നു. കാരണം ഈ യഥാർത്ഥത്തിൽ ഈ സമരങ്ങളൊക്കെ നയിക്കേണ്ടത് ഈ പ്രതിപക്ഷ പാർട്ടികളാണ്. അതല്ലാതെ അമേരിക്കയിൽ നിന്ന് നമ്മളെ ദീപ്ക വരുന്നു. അവിടെ അമേരിക്കയിലുള്ള ഒരാള് നേതൃത്വം നൽകിയ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലൂടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ രൂപപ്പെട്ട ഒരു ഗ്രൂപ്പ്, അവരാണ് ഡൽഹിയിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇന്ത്യയിൽ രൂപപ്പെടുന്ന ഒരു ജനകീയ പ്രതിഷേധം അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരായ പ്രതിഷേധം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളല്ല നടത്തുന്നത്. ഒരു പാർട്ടിയും ഇല്ലാത്ത കുറച്ച് യുവാക്കൾ, ഇവരുടെ നേതൃത്വം അമേരിക്കയിലുള്ള ഈ നമ്മുടെ ദീപ്കയ്ക്ക് അതിന്റെ എന്താ പറയാ നേതൃത്വം, അവസാനം സോനം വാഞ്ചുക്കിന്റെ നിരാഹാരം, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ
സമര രംഗത്തൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിൽ പ്രത്യേകിച്ച് ഇടപെട്ടൊന്നുമില്ല. പെട്ടെന്നാണ് കോൺഗ്രസിന് ഒരു 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 ഉൾവിളി തോന്നിയത്. കാരണം ഇത് നമ്മൾ അപ്രസക്തമായി പോകും, ഇങ്ങനെ പോയാൽ നമ്മൾ അപ്രസക്തമായി പോകും. അപ്പോഴ് ഇവരെന്ത് ചെയ്യുന്നു, ഇവര് ഈ പാർട്ടി പാർട്ടിയിലെ യുവാക്കളെ പോലീസുകാർ ആക്രമിച്ചു, അവരെ അടിച്ചൊതുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇവർ നേരെ നിരോധിത മേഖലയിലേക്ക് കടന്നിട്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അതായത് മാതൃഭൂമി പറഞ്ഞ പോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അടിയും വാങ്ങി. ഇതാണ് സംഭവിച്ചത്. ഇനി CPM-കാരുടെ സ്ഥിതി അതിലും കഷ്ടമാണ്. ഇവര് ഒന്ന് ഡൽഹിയിൽ ഇവർക്ക് ആകെ 4 ആളുകളാണ്, ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും ആളില്ല, ആകെ 5 or 6 ആൾക്കാർ. ഇവര് പാർട്ടി പാർട്ടികൾ വാലിൽ തൂങ്ങി നടക്കുകയാണ്. എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്കിയാ CPM-ന്റെ സ്ഥിതി. ഈ പാറ്റകളുടെ ചിറകിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറു പ്രാണികൾ, അതിന്റെ അവസ്ഥയാണ് CPM-ന്. അങ്ങനെ ഇന്നത്തെ ദേശാഭിമാനി ഇതാണ് പറഞ്ഞ പതറാതെ പ്രക്ഷോഭം. ആരുടെ പ്രക്ഷോഭമാണ്? പാറ്റകളുടെ. അതായത് പാറ്റകളെ ആഘോഷിക്കുകയാണ് ഇവര്. കാരണം പാറ്റകൾക്ക് ഇപ്പം പിന്തുണ ഇവരുടെ വകയാണ് പിന്തുണ. കോൺഗ്രസിന്റേതായ രീതിയിൽ പാറ്റകളല്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ഇനി പാറ്റകളല്ല ആവശ്യപ്പെടുന്നത്, ഞങ്ങളാണ്. ഒരുപക്ഷെ നാളെ എങ്ങാനും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ, അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല, നമ്മൾ നോക്കുക, ഒരുപക്ഷെ അടുത്ത ഏതാനും ദിവസങ്ങൾക്കാവും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞാൽ പാറ്റകളുടെ വിജയമില്ലേ? അതായത് ഇന്ത്യയില് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾക്ക് ഒന്നും ഒരു സ്ഥാനമില്ല. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചത് ആരാണ്? കോക്രോച്ച് പാർട്ടിയാണ്. അതോടുകൂടി കോക്രോച്ച് പാർട്ടിയുടെ ഒരു നിലയും വിലയൊക്കെയാണ് ഇന്ത്യയിൽ വർദ്ധിക്കും. അതല്ലേ സംഭവിക്കുക. അത് മുൻകൂട്ടി അറിഞ്ഞിട്ടാണ്. ഇനിയിപ്പം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞാലും കോക്രോച്ച് പാർട്ടിക്ക് മാത്രം അതിന്റെ ക്രെഡിറ്റ് അവർക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അതിന്റെ ക്രെഡിറ്റ് ആർക്കും അവകാശപ്പെടും, കോൺഗ്രസ് അവകാശപ്പെടും. ക്രെഡിറ്റ് മാത്രമല്ല, ഞങ്ങൾ ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ വീടിന്റെ മുന്നിലേക്ക് ഇരച്ചു കയറിയത് കൊണ്ടാണ് അവസാനം സഹിയില്ലാതെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതെന്ന് കോൺഗ്രസ്സുകാർക്ക് പറയാം. CPM-കാർക്ക് എന്ത് പറയാൻ പറ്റും? കോക്രോച്ച് പാർട്ടീനെ ആകെ താങ്ങി നിർത്തിയത് ഞങ്ങളാണ് എന്ന് CPM-നും പറയാം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയില് പ്രതിപക്ഷ പാർട്ടികള് ഇത്രയും ദുർബലമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അവരെ പഠിപ്പിക്കുകയാണ് ആര്? ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ബോധവുമില്ലാത്ത എവിടുന്നോ വന്ന കുറെ ചെറുപ്പക്കാരികളും ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ദീപ്ക എന്ന് പറഞ്ഞ കക്ഷി, ഇവർക്കൊക്കെ സാമ്പത്തിക സഹായം നൽകുന്ന വിദേശ രാജ്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതിനാണ് സാധ്യതയുള്ളത്. രാജ്യത്തെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യവിരുദ്ധ ശക്തികളുടെ ഫണ്ടിങ് ആണ് ഇവർക്ക് ഒരു സഹായമാകുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു. ഇതിലൊക്കെ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ വെളിപ്പെടും. ഞാൻ ഇതിന്റെ രാഷ്ട്രീയ പരിസരമാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ദേശാഭിമാനി പത്രം പതറാതെ പ്രക്ഷോഭം, സമരഭൂമി തിരിച്ചുപിടിച്ച പോരാട്ട വീര്യം ഒക്കെ പാർട്ടികളെ കുറിച്ച് പറയുന്നത്. കോൺഗ്രസിന്റെ സംഭവം അല്ല ഒരു മെയിൻ സ്റ്റോറി ആക്കിയത്. കോൺഗ്രസിന്റെ സംഭവം താഴണ്ടേ, ഒറ്റപ്പെട്ടപ്പോൾ കോൺഗ്രസും ഇറങ്ങി എന്നാണ് പറയുന്നത്. സത്യമാണ്, ഒറ്റപ്പെട്ടപ്പോൾ കോൺഗ്രസും ഇറങ്ങി. അതായത് ഈ വാർത്ത എങ്ങനെയാണ്? ഐതിഹാസിക വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തെ വഞ്ചിച്ച കോൺഗ്രസ് രാഷ്ട്രീയമായി ഒറ്റപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മുഖം രക്ഷിക്കാൻ തെരുവിലിറങ്ങി എന്നാണ് ഇന്നലത്തെ ഈ സംഭവത്തെക്കുറിച്ച് ദേശാഭിമാനി പറയുന്നത്. അതേസമയത്ത് മാതൃഭൂമി പറയുന്നത് എന്താണ്? തിളച്ചുമറിയുന്ന പാറ്റാ സമരത്തിന് പിന്തുണയുമായി തീക്കാറ്റുപോലെ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് മാതൃഭൂമി പറയുന്നത്. ഇനി കേരള കൗമുദി എന്താ പറയുന്നത്? കേരള കൗമുദി പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോ കല്യാൺ മാർഗിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ അസാധാരണ സമരം സുരക്ഷാ ഏജൻസികളെയും ഭരണ നേതൃത്വത്തെയും 3.5 മണിക്കൂറോളം മുൾമുനയിലാക്കി. രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളും MP-മാരും തന്ത്രപ്രധാന മേഖലയിൽ അണിനിരക്കുകയായിരുന്നു. തിങ്കളാഴ്ച കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിനെതിരെയുണ്ടായ പോലീസ് വേട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ആവശ്യപ്പെട്ടായിരുന്നു സമരം. അത് മാത്രം ആവശ്യപ്പെട്ടായിരുന്നില്ല, അങ്ങനെ ഒരു ആവശ്യമായിരുന്നു ആദ്യം ഉന്നയിച്ചത്. അപ്പോഴാണ് കേന്ദ്രമന്ത്രി രാഹുലുമായി സംസാരിക്കുന്നു. അപ്പോഴാണ് രാഹുൽ പറഞ്ഞത്, ലോക്സഭയിൽ നരേന്ദ്രമോദി സംസാരിച്ചാൽ മാത്രം പോരാ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതുകൂടി ആയപ്പോഴാണ് ചർച്ച പൊട്ടിയത്. പിന്നീടാണ് ഇവരുടെ ഈ മാർച്ച് നേരെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് മുന്നേറിയത്. മലയാള മനോരമ പറയുന്നത് എന്താണ്? നീറ്റ് പരീക്ഷാ പ്രശ്നത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി കൊളുത്തിയ പ്രതിഷേധ ജ്വാല ആളിക്കത്തിച്ച് കോൺഗ്രസ്.
പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ബലപ്രയോഗത്തിനിടെ രാഹുലിന് മുറിവേറ്റ് ചോര വാർന്നു എന്നൊക്കെയാണ് മനോരമ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വ്യത്യസ്ത പത്രങ്ങൾ ഇത് സംബന്ധിച്ചുള്ള വാർത്ത നൽകിയത്. അപ്പൊ എല്ലാ പത്രങ്ങളും പൊതുവെ ഒരു കാര്യം ശ്രദ്ധിച്ചു, എല്ലാവരും CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പക്ഷത്താണ്, കോൺഗ്രസിന്റെ പക്ഷത്താണ്. ദേശാഭിമാനി പതിവ് പോലെ കോൺഗ്രസിന്റെ പക്ഷമൊന്നും ചേർന്നിട്ടില്ല. പക്ഷെ കോൺഗ്രസിനെ വല്ലാതെ ഈ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്, മോദിയോട് ആവശ്യപ്പെട്ടത് എന്താ പിണറായിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി മൈക്ക് കെട്ടി പ്രസംഗിച്ചു കേട്ടോ. എന്ന് പറഞ്ഞാൽ ബി ജെ പി ആരെ സംരക്ഷിക്കുകയാണ്, പിണറായിയെ സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി. പക്ഷെ പിണറായി രാഹുലിനെ മർദ്ദിച്ചൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞ് ഇപ്പം രാഹുലുമായി ഒരു ഡിങ്കോൾഫി പിണറായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ പരിസരെ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഡൽഹിയെ വിറപ്പിച്ച് കോൺഗ്രസും, സമരത്തീ പാറി, രാഹുലിനെ വലിച്ചിഴച്ചു, മുഖത്ത് പരിക്കേറ്റു, ചോര വാർന്നു. മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി. കേരള കൗമുദി, അസാധാരണം നാടകീയം, പ്രതിഷേധ ചൂടിൽ ഡൽഹി, രാഹുലും പ്രിയങ്കയും അടക്കം നേതാക്കളെ അറസ്റ്റ് ചെയ്തു വിട്ടു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സംഘർഷം. ഇനി മാതൃഭൂമി, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്, പാറ്റാ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ 3.5 മണിക്കൂർ കുത്തിയിരിപ്പ്. രാഹുലിനെയും പ്രിയങ്കയെയും റോഡിലൂടെ വലിച്ചിഴച്ച് പോലീസ് നേതാക്കളെ പിന്നീട് വിട്ടയച്ചു. ഇനി നമ്മുടെ ദേശാഭിമാനിയിൽ പറയുന്നു, പതറാതെ പ്രക്ഷോഭം, സമരഭൂമി തിരിച്ചു പിടിച്ച് പോരാട്ട വീര്യം. കോൺഗ്രസിന്റെ സംഭവമല്ല.